ഓം ശ്രീ സായിറാം പീരിയോഡിക് ടേബിൾ ആവർത്തന പട്ടിക. മൂലക വർഗീകരണത്തിൻ്റെ സമഗ്രമായ ഉപാധിയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആൻറ്റോയിൻ ലാവോസിയ. 1783 ലാവോസിയ 30 മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ചു. എന്നാൽ ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാത്തതായിരുന്നു ലാവോസിയയുടെ വർഗീകരണത്തിൻ്റെ പരിമിതി. പിന്നീട് മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിച്ച റഷ്യൻ രസതന്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ്. മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിൽ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ആധുനിക ആവർത്തന പട്ടിക. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. അതായത് ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീഫും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയുമാണ്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം അനുസരിച്ച് മൂലകങ്ങളുടെ രാസികവും ഭൗതികവുമായ ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ആധുനിക പീരിയോഡിക് നിയമം അനുസരിച്ച് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇന്നുവരെ ആകെ 118 മൂലകങ്ങളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകമാണ് ഓർഗാനസ്റ്റോൺ. അറ്റോമിക നമ്പർ 118 ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങളാണ് പീരിയഡുകൾ. ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. ആവർത്തന പട്ടികയിൽ ആകെ 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്.